എപ്പോഴും ഈ ഒരു ഫണ്ട് ഒരേ രീതിയിൽ തന്നെ പെർഫോം ചെയ്യണം എന്നുള്ളതിൽ വലിയ നിർബന്ധമൊന്നുമില്ല. അത് ചിലപ്പോൾ മുകളിലോട്ട് പോവാം, ചിലപ്പോൾ താഴത്തോട്ട് പോവാം. സോ പോർട്ട്ഫോളിയോ റിവ്യൂ എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണിയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതൊക്കെ ഏറ്റവും ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിലാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗുണമായിട്ട് വരുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ ഒരു ബിസിനസ്സിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ക്ലയൻസിന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യമാണ് ഈ പോർട്ട്ഫോളിയോ റിവ്യൂ എന്ന് പറയുന്നത്. കാര്യം ലെറ്റ്സ് സേ നമ്മൾ ഒരു 15 ഇയർ ഗോളൊക്കെ ഫിക്സ് ചെയ്തു, റിട്ടയർമെൻറ്റ് ഗോളായിരിക്കും ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഗോളെല്ലാം പ്ലാൻ ചെയ്തിട്ട് നമ്മളൊരു അലോക്കേഷനൊക്കെ എടുത്തെന്ന് വിചാരിച്ചോളൂ. ഒരു പർട്ടിക്കുലർ ഫണ്ടിൽ അലോക്കേഷൻ എടുത്തു. എന്നിട്ട് നമ്മൾ അതിനകത്ത് മന്ത്ലി ബേസിസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ലംസം വൺ ടൈം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എന്നൊക്കെ ചെയ്ത് നമ്മൾ പോവുകയാണെന്ന് വിചാരിച്ചോളൂ. എപ്പോഴും ഈ ഒരു ഫണ്ട് ഒരേ രീതിയിൽ തന്നെ പെർഫോം ചെയ്യണം എന്നുള്ളതിൽ വലിയ നിർബന്ധമൊന്നുമില്ല. അത് ചിലപ്പോൾ മുകളിലോട്ട് പോവാം, ചിലപ്പോൾ താഴത്തോട്ട് പോവാം. അതിന് പല റീസൺ ആവാം. ചിലപ്പോൾ ഫണ്ട് മാനേജറിൻ്റെ പ്രശ്നമാവാം, ചിലപ്പോൾ ഫണ്ട് ആ ഒരു ടീമിൻ്റെ പ്രശ്നമാവാം, എന്ത് വേണമെങ്കിലും ആവാം. ഇല്ല ഒരു ജിയോ പൊളിറ്റിക്കൽ ക്രൈസിസ് കൊണ്ടുവരെ ചിലപ്പോൾ ഒരു ഫണ്ടിന് പെർഫോമൻസിൽ ചിലപ്പോൾ മോശമായിട്ട് വന്നേക്കാം. അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്ക് ഒരു ക്ലയൻറ്റിന് കറക്റ്റ് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിലേ അവരുടെ ഗോളിലോട്ട് നമുക്ക് എത്താൻ പറ്റുള്ളൂ. കാര്യം നമ്മളൊരു മിനിമം പെർസെൻറ്റേജ് വെച്ചായിരിക്കുമല്ലോ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എത്രയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഇതെല്ലാം നമ്മൾ പറയുന്ന ഒരു പെർസെൻറ്റേജ് വെച്ചിട്ടായിരിക്കും. അപ്പോൾ ആ ഒരു പെർസെൻറ്റേജ് ആ ഒരു പർട്ടിക്കുലർ ഫണ്ട് ഡെലിവറി ചെയ്തില്ല എങ്കിൽ ഇവർക്ക് ആ ഗോളിലോട്ട് എത്താൻ പറ്റില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു പോർട്ട്ഫോളിയോ റീബാലൻസിങ് ഇടയ്ക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ദാറ്റ് ക്യാൻ ബി വൺസ് ഇൻ 3 months ഓർ വൺസ് ഇൻ 6 months. അത് ബേസ്ഡ് ഓൺ ക്ലയൻറ്റിൻ്റെ ഒരു ആവശ്യം അനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കണം. അതർവൈസ് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിൽ വി അപ്രോച്ച് ദി ക്ലയൻറ്റ് ആൻഡ് വി ഡു ദി റീബാലൻസിങ്. അപ്പോൾ അതിന് നമ്മൾ സജസ്റ്റ് ചെയ്യും. കാര്യം അത് ചെയ്തില്ല എങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് 10 കൊല്ലമായിട്ട് 5% ഫണ്ടുകളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഫണ്ടുകളാണെങ്കിൽ നമ്മൾ ഇത്രയും ഒരു റിസ്ക് എടുത്ത് മ്യൂച്വൽ ഫണ്ടുകളൊന്നും ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് സാധാരണ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടാൽ മതി. അപ്പം അതിനേക്കാളും കുറച്ച് ബെറ്റർ റിട്ടേൺ കിട്ടാൻ വേണ്ടിയാണല്ലോ ഈ പറയുന്ന മ്യൂച്വൽ ഫണ്ടിലൊക്കെ ആൾക്കാർ പോകുന്നത്. അപ്പോൾ പോർട്ട്ഫോളിയോ റിവ്യൂ മേക്ക് സെൻസ്.